ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഭൗതികശാസ്ത്രം ഫിസിക്സിലെ 3ാമത്തെ ചാപ്റ്ററായിട്ടുള്ള മർദ്ദമാണ്. അപ്പം ആദ്യം തന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട്, വേറൊരാൾ ലോറിയും കൊണ്ട് വരിക. അപ്പം ആ നിൽക്കുന്ന ആൾ പറയാണ്, അവിടെ റോഡിൽ ചളി നിറഞ്ഞിട്ടുണ്ട്, വണ്ടി താഴ്ന്നു പോകും. അപ്പം ലോറിൻ്റെ ഡ്രൈവർ പറയാണ്, ഒരു പലക ഇട്ടാൽ വണ്ടി താഴ്ന്നു പോകില്ല. ഇത് ശരിയായിട്ടുള്ള കാര്യമല്ലേ? പലക ഇട്ട് അതിൻ്റെ മേലെ കൂടിയാണ് ലോറി കൊണ്ടുപോകുന്നതെങ്കിൽ പലക ഉള്ളത് കാരണം വണ്ടി താഴ്ന്നു പോകില്ലല്ലോ. നമുക്കറിയുന്ന കാര്യമാണ്. അതിൻ്റെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള വിശദീകരണം എങ്ങനെയായിരിക്കും? അതെന്താണെന്നുള്ളത് നമുക്ക് വഴിയെ നോക്കാം. അപ്പം ഒരു വസ്തുവിൻ്റെ ഭാരം എന്താണ്? ആ വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷണ ബലമാണ് ഒരു വസ്തുവിൻ്റെ ഭാരം. അപ്പോൾ അടുത്തതായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഒരേ ഭാരമുള്ള വസ്തു വേറൊരു വസ്തുവിൻ്റെ മേലെ അല്ലെങ്കിൽ ഒരു പ്രതലത്തിൻ്റെ മേലെ വ്യത്യസ്ത രീതികളിൽ വെക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പം ആദ്യം തന്നെ 2 സ്പോഞ്ച് എടുത്തു. അതിൽ ആദ്യത്തെ സ്പോഞ്ചിൻ്റെ മേലെ ഇഷ്ടിക കുത്തനെ ലംബമായിട്ട് വെച്ചു. രണ്ടാമത്തെ സ്പോഞ്ചിൻ്റെ മേലെ അതേ ഭാരമുള്ള ഇഷ്ടിക തന്നെ തിരശ്ചീനമായിട്ട് വെച്ചു. അപ്പോൾ അവിടെ എന്ത് വ്യത്യാസമാണ് കാണാനായിട്ട് പറ്റുന്നത്? ഇഷ്ടിക ലംബമായിട്ട് വെച്ച സമയത്ത് ആ ഒരു സ്പോഞ്ച് കുറച്ചുകൂടെ താഴ്ന്നു പോയില്ലേ? ഇഷ്ടിക ലംബമായിട്ട് വെച്ച സമയത്ത് സ്പോഞ്ച് കുറച്ചുകൂടെ താഴ്ന്നു പോയിട്ടുണ്ട്. എന്നാൽ ഇഷ്ടിക തിരശ്ചീനമായിട്ട് വെച്ച സമയത്തോ? ഇഷ്ടിക തിരശ്ചീനമായിട്ട് വെച്ച സമയത്ത് അത്രത്തോളം താഴ്ന്നു പോയിട്ടില്ല. ഇനി അടുത്ത ചിത്രം നോക്കുക. അപ്പം ഇവിടെ കിടക്കേൻ്റെ മുകളിൽ ഒരാൾ നിൽക്കുകയും ചെയ്യുന്നുണ്ട്, അതിനുശേഷം കിടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് വ്യത്യാസമാണ്? ഏത് സന്ദർഭത്തിലാണ് കിടക്ക കൂടുതൽ താഴ്ന്നു പോയിട്ടുള്ളത്? ആൾ നിൽക്കുന്ന സമയത്താണ് കിടക്ക കൂടുതൽ താഴ്ന്നു പോയിട്ടുള്ളത്. ആൾ കിടക്കിൻ്റെ മേലെ കിടക്കുന്ന സമയത്ത് കിടക്ക അത്രത്തോളം താഴ്ന്നു പോയിട്ടില്ല. ഇനി അടുത്തതായിട്ട് ഇവിടെ മറ്റൊരു പരീക്ഷണം കൊടുത്തിട്ടുണ്ട്. ഒരു കാർഡ്ബോർഡിൻ്റെ മേലെ ഒരു മുട്ടുസൂചി കുത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂർമ്പുള്ള ഭാഗം മേലേക്കായിട്ടാണ് നിൽക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു ബലൂൺ വെച്ചിട്ടുണ്ട്. ബലൂണിൻ്റെ മുകളിൽ ഒരു കാർഡ്ബോർഡ് വെച്ചതിന് ശേഷം ചെറിയൊരു ഭാരം, ഒരു ഗ്ലാസ് പോലെ ഒരു ഭാരം വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് ഈ കാർഡ്ബോർഡിന് മേലെ ഒരു മുട്ടുസൂചി കുത്തിയതിന് പകരം അടുപ്പിച്ച് കുറേ മുട്ടുസൂചികൾ കുത്തിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ ബലൂണ് വെച്ചു, മുകളിലൊരു കാർഡ്ബോർഡ് വെച്ചിട്ട് ചെറിയൊരു ഭാരം മേലെ വെച്ചു. അപ്പം എന്താണ് നിരീക്ഷിക്കുക? അപ്പം നമുക്കിവിടെ കാണാൻ പറ്റുക, ഒന്നാമത്തെ കേസിൽ ബലൂൺ പൊട്ടിപ്പോകും, രണ്ടാമത്തെ കേസിൽ ബലൂൺ പൊട്ടിപ്പോകൂല. അതാണ് നമുക്കിവിടെ നിരീക്ഷിക്കാനായിട്ട് സാധിക്കുക. നമ്മളിപ്പം 3 പരീക്ഷണങ്ങൾ പറഞ്ഞു. ഇനി ഈ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കിവിടെ ഒരു ടേബിൾ ഫില്ല് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഈ ടേബിൾ ഫില്ല് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കുറച്ച് നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഓരോ സന്ദർഭം കൊടുത്തിട്ടുണ്ട്. ആ സന്ദർഭം നോക്കുക. ആ സന്ദർഭത്തിൽ സമ്പർക്കത്തിൽ വരുന്ന പ്രതല പരപ്പളവ്, നമ്മൾ എന്തിൻ്റെ മുകളിൽ എന്ത് വസ്തുവാണോ വെക്കുന്നത്, അങ്ങനെ വെക്കുന്ന സമയത്ത് എത്രത്തോളം പ്രതല പരപ്പളവ് സമ്പർക്കത്തിൽ വരുന്നുണ്ട്, അത് കൂടുതലാണോ കുറവാണോ, എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിരീക്ഷണ ഫലം. അപ്പോൾ ആദ്യം തന്നെ സ്പോഞ്ചിൽ ഇഷ്ടിക വെക്കുന്ന കേസ്, അതിൽ തന്നെ ഫസ്റ്റ് വെക്കുന്നത് ലംബമായിട്ടാണ്. അപ്പോൾ ആ പിക്ചർ നോക്കുക. ലംബമായിട്ട് വെക്കുന്ന സമയത്ത് അവിടെ സ്പോഞ്ചും ഇഷ്ടികയും തമ്മിൽ സമ്പർക്കത്തിൽ വരുന്ന പ്രതല പരപ്പളവ് കൂടുതലാണോ കുറവാണോ? ലംബമായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അവിടെ സമ്പർക്കത്തിൽ വരുന്ന പ്രതല പരപ്പളവ് എന്ന് പറയുന്നത് കുറവാണ്.
ഇനി ആ കേസിലെ നിരീക്ഷണ ഫലം എന്താണ്? സ്പോഞ്ച് താഴ്ന്നു പോകുന്നു എന്നുള്ളതാണ്. തിരശ്ചീനമായിട്ട് വെക്കുന്ന സമയത്ത് സമ്പർക്കത്തിൽ വരുന്ന പ്രതല പരപ്പളവ് അവിടെ കൂടുതലാണ്. നിരീക്ഷണ ഫലം എന്ന് പറയുന്നത് സ്പോഞ്ച് എത്രത്തോളം താഴ്ന്നു പോകുന്നില്ല. ഈ രണ്ടാമതായിട്ട് പറഞ്ഞത് കുട്ടി മെത്തയിൽ നിൽക്കുന്ന സമയത്ത് അവിടെ സമ്പർക്കത്തിൽ വരുന്ന പ്രതല പരപ്പളവ് കുറവാണ്. അവിടുത്തെ നിരീക്ഷണ ഫലം എന്ന് പറയുന്നത് മെത്ത താഴ്ന്നു പോകുന്നു എന്നുള്ളതാണ്. ഇനി കുട്ടി മെത്തയിൽ കിടക്കുമ്പം സമ്പർക്കത്തിൽ വരുന്ന പ്രതല പരപ്പളവ് അവിടെ കൂടുതലാണ്. അവിടുത്തെ നിരീക്ഷണ ഫലം എന്ന് പറയുന്നത് കിടക്ക അത്രത്തോളം താഴ്ന്നു പോകുന്നില്ല. ഇനി ആണിയുടെ മുകളിൽ ബലൂൺ വെക്കുന്നു. ഒരു ആണി ഉപയോഗിച്ചപ്പോൾ അവിടെ സമ്പർക്കത്തിൽ വരുന്ന പ്രതല പരപ്പളവ് കുറവാണ്. അവിടുത്തെ നിരീക്ഷണ ഫലം എന്ന് പറയുന്നത് ബലൂൺ പൊട്ടുന്നു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് കൂടുതൽ ആണികൾ ഉപയോഗിച്ചപ്പം സമ്പർക്കത്തിൽ വരുന്ന പ്രതല പരപ്പളവ് എന്താണ്? കൂടുതലാണ്. അവിടുത്തെ നിരീക്ഷണ ഫലം എന്ന് പറയുന്നത് ബലൂൺ പൊട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പരീക്ഷണങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്തൊക്കെ നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും? ഇവിടെ 3 എക്സ്പെരിമെൻറ്റും നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ എഫക്റ്റ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് എപ്പോഴാണ്? പ്രതല പരപ്പളവ് കൂടുതലായിരിക്കുന്ന സമയത്താണോ പ്രതല പരപ്പളവ് കുറഞ്ഞിരിക്കുന്ന സമയത്താണോ? പ്രതല പരപ്പളവ് കുറഞ്ഞിരിക്കുന്ന സമയത്താണ് ആ എഫക്റ്റ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. അപ്പം ഇവിടെ ഒരു കേസ് തന്നെ സബ് കേസായിട്ട് വരുമ്പം ബലം സെയിമാണ്, പക്ഷേ അവിടെ പ്രതല പരപ്പളവിൽ വ്യത്യാസം വരുന്നു. പ്രതല പരപ്പളവ് മാറുന്ന സമയത്ത് കിട്ടുന്ന ഫലങ്ങളിൽ വ്യത്യാസമുണ്ട്. ഇതിന് കാരണം എന്താണ്? മർദ്ദത്തിലുള്ള വ്യത്യാസമാണ്. മർദ്ദം എന്ന് പറയുന്ന ആ ഒരു അളവിലുള്ള വ്യത്യാസമാണ്. പ്രതല പരപ്പളവ് കുറയുന്ന സമയത്ത് മർദ്ദം കൂടും, പ്രതല പരപ്പളവ് കൂടുന്ന സമയത്ത് മർദ്ദം കുറയും. അത് തമ്മിൽ വിപരീത അനുപാതത്തിലാണ് വ്യത്യാസപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇനി ഈ മർദ്ദം എന്താണ് നമുക്ക് നോക്കാം. യൂണിറ്റ് പരപ്പളവിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം. ഒരു യൂണിറ്റ് പരപ്പളവ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ ലംബമായിട്ട് അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം. ഇത് മർദ്ദം ഇസ് ഈക്വൽ ടു ബലം ബൈ പരപ്പളവാണ്. മർദ്ദം ഇസ് ഈക്വൽ ടു ബലം ബൈ പരപ്പളവ്. അപ്പം ആ ഒരു സമവാക്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം മർദ്ദവും പരപ്പളവും തമ്മിൽ വിപരീത അനുപാതത്തിലാണ്. അപ്പം പരപ്പളവ് കൂടുന്ന സമയത്ത് മർദ്ദം കുറയുന്നു, പരപ്പളവ് കുറയുന്ന സമയത്ത് മർദ്ദം കൂടുന്നു. അപ്പം ഈ കേസിലൊക്കെ പരപ്പളവ് കുറഞ്ഞപ്പം അവിടെ മർദ്ദം കൂടി. അപ്പോൾ മർദ്ദം കൂടിയപ്പോഴാണ് ആ ഫലം നമുക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഇവിടെ ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ചിത്രത്തിൽ ഒരു താറാവുണ്ട്, ഒരു കോഴിയുണ്ട്. താറാവും കോഴിയും തമ്മിൽ ഓട്ട മത്സരം നടത്തുക. അപ്പം ഇവർ വന്ന് നിൽക്കുന്നതിൻ്റെ മുന്നിൽ ഇനി അങ്ങോട്ട് ഓടാനുള്ള സ്ഥലം എന്ന് പറയുന്നത് ഒരു ചളി നിറഞ്ഞ സ്ഥലമാണ്. അപ്പം താറാവ് പറയാം, ഇനി അങ്ങോട്ട് മുന്നിലെത്തുന്നത് ഞാനായിരിക്കും, നോക്കിക്കോ. കോഴി പറയാം, ഇതുവരെ ഓടിയതിൽ ജയിച്ചത് ഞാനാണ്, ഇനിയും ഞാൻ തന്നെ ജയിക്കും. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ മത്സരത്തിൽ ആരാണ് ജയിക്കുക എന്നുള്ളതാണ്. താറാവാണോ ജയിക്കുക അല്ലെങ്കിൽ കോഴിയാണോ ജയിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് മർദ്ദം എന്ന് പറഞ്ഞ ആ ഒരു കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. മർദ്ദത്തിൻ്റെ സമവാക്യം നമ്മൾ പറഞ്ഞു, മർദ്ദം ഇസ് ഈക്വൽ ടു ബലം ബൈ പ്രതല പരപ്പളവ്. അപ്പം നമ്മളിവിടെ നോക്കേണ്ടത് താറാവിൻ്റെ കാലിനാണോ കോഴീൻ്റെ കാലിനാണോ പ്രതല പരപ്പളവ് കൂടുതൽ? ഏതിൻ്റെ കാലിനാണ്? താറാവിൻ്റെ കാലിലാണ് പ്രതല പരപ്പളവ് കൂടുതൽ. അപ്പം മർദ്ദം ഏതിനായിരിക്കും കുറവ്? അതുകൊണ്ട് തന്നെ താറാവ് നടക്കുന്ന സമയത്താണ് അവിടെ മർദ്ദം കുറവ് അനുഭവപ്പെടുക. കോഴീൻ്റെ കേസിൽ താറാവിനെ അപേക്ഷിച്ച് നോക്കുമ്പം കോഴീൻ്റെ കാലിൻ്റെ പ്രതല പരപ്പളവ് കുറവായതുകൊണ്ട് അവിടെ മർദ്ദം കൂടുതലായിരിക്കും.
അപ്പം താറാവ് നടക്കുന്ന സമയത്ത് മർദ്ദം കുറവും കോഴി നടക്കുന്ന സമയത്ത് മർദ്ദം കൂടുതലായിരിക്കും. അപ്പം ആ ഒരു ഫലം ചളിയിൽ കൂടുതലായിട്ട് അനുഭവപ്പെടുക കോഴി നടക്കുന്ന സമയത്താണ്. താറാവ് നടക്കുന്ന സമയത്ത് അത്രത്തോളം അനുഭവപ്പെടില്ല. അപ്പം താറാവിന് വേഗം നടന്നു പോകാനായിട്ട് പറ്റും. അപ്പം ഈ ഒരു ഓട്ട മത്സരത്തിൽ ജയിക്കുന്നുണ്ടാവുക താറാവായിരിക്കും. അപ്പം അത് നിങ്ങൾക്ക് പിടുത്തം കിട്ടിയില്ലേ? ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിലൊരു ചിത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇനി നോക്കാനുള്ളത്. അപ്പം അതിൽ ഡ്രൈവർ പറഞ്ഞിട്ടുണ്ട് ലോറി ചളിയിൽ കൂടെ കൊണ്ടുപോകുന്ന സമയത്ത് പലക വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളത്. അതും നമുക്ക് ഈ ഒരു മർദ്ദം എന്നുള്ള കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാൻ കഴിയില്ലേ? അതിനെങ്ങനെയാണ് ഒരു വിശദീകരണം കൊടുക്കാൻ പറ്റുക? അവിടെയും നമുക്ക് മർദ്ദവും പരപ്പളവും വിപരീത അനുപാതത്തിലാണ് എന്ന കാര്യം തന്നെ എടുക്കാം. അപ്പോൾ ചളിയിൽ പലക വെക്കുന്ന സമയത്ത് അവിടെ പ്രതല പരപ്പളവ് കൂടുകയാണ് ചെയ്യുക. ജസ്റ്റ് ടയറ് ചളിയിലൂടെ കൊണ്ടുപോകുന്നതിനേക്കാളും ഒരു പലക വെച്ച് അതിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഇവിടെ പലക ചളിയായിട്ട് സമ്പർക്കത്തിൽ വരും. ആ സമയത്ത് കൂടുതൽ പ്രതല പരപ്പളവ് ചളിയായിട്ട് സമ്പർക്കത്തിൽ വരും. പ്രതല പരപ്പളവ് കൂടും. പ്രതല പരപ്പളവ് കൂടുന്ന സമയത്ത് മർദ്ദം കുറയും. മർദ്ദം കുറയുന്ന സമയത്ത് ആ ഒരു ഫലം കുറയും. അപ്പം എളുപ്പത്തിൽ ലോറി ആ വഴിക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു വിശദീകരണം. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മർദ്ദം എന്ന് പറയുന്ന കൺസെപ്റ്റാണ് പഠിച്ചിട്ടുള്ളത്. മർദ്ദം എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് പരപ്പളവിൽ ലംബമായിട്ട് അനുഭവപ്പെടുന്ന ബലത്തിനെയാണ് നമ്മൾ മർദ്ദം എന്ന് വിളിക്കുക. യൂണിറ്റ് പരപ്പളവിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം. അപ്പം മർദ്ദവും പരപ്പളവും തമ്മിലുള്ള അനുപാതം വിപരീത അനുപാതമാണ്. പരപ്പളവ് കൂടുന്ന സമയത്ത് മർദ്ദം കുറയും, പരപ്പളവ് കുറയുന്ന സമയത്ത് മർദ്ദം കൂടും. പിന്നെ ഇത് വെച്ച് വിശദീകരിക്കാൻ പറ്റുന്ന കുറച്ച് പരീക്ഷണങ്ങളും കുറച്ച് സന്ദർഭങ്ങളൊക്കെ നമ്മൾ നോക്കി. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.